എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റഡ് മിത്തു ആദ്യമൊക്കെ എവിടേക്കാണ് പോകുന്നത്, എങ്ങനെയായിരിക്കും അവിടെ പോയി എന്തൊക്കെ ചെയ്യുക, അതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഭയങ്കര തുള്ളിച്ചാടലൊക്കെ ആയിരുന്നു. അത് ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോയി ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചിരിച്ച് കളിച്ച് പാട്ടൊക്കെ വെച്ചിട്ടാണ് പോയത്. ചെറിയ പണി, കുറച്ച് പണിയായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. കാറിൽ കയറി കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയപ്പോൾ ഒന്ന് ശരിയായി. പിന്നെ ഏട്ടനാണ് പോകുമ്പോൾ വണ്ടി എടുത്ത് അത് പിന്നെ ഇപ്പം എത്തുമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് പിന്നെ സൈലൻ്റ് ആട്ടോ. കാറിൽ കയറിയ മൂപ്പര് ആദ്യം ഒന്നും മിണ്ടില്ല, സൈലൻ്റ് ആണ്. അത് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയ കാരണം അത് ഇൻട്രൊഡക്ഷനൊക്കെ പറയാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ പറയാ ഞാൻ പറയാൻ വേണമെന്നൊക്കെ ആയിരുന്നു നോക്ക്. പിന്നെ എൻ്റെ കൂടെ പറയാൻ കേട്ടില്ലേ, അത് നല്ല ഇൻട്രസ്റ്റിലാണ്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എത്തിക്കിട്ടിയാൽ മതി എന്നാണ് മൂപ്പര് ചിന്തിക്കുന്നത് കേട്ടോ. അങ്ങനെ എത്താറായി. അവിടെ എത്തിയത് അത് നോക്കി ഇത് നോക്കി എന്നാണ് മിത്തുവിനെ കാണിച്ചു കൊടുക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്, ഞങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലായി കേട്ടോ. ഫ്രണ്ടിലുള്ള ആ വലിയ ബട്ടർഫ്ലൈ തന്നെ അടിപൊളിയായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ മെല്ലെ എൻട്രൻസിലേക്ക് ഇങ്ങനെ നടന്നു പോയിട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. മരങ്ങളിലും പാലങ്ങളൊക്കെ തൂക്കിയിട്ടിട്ട് അങ്ങനെ ഞങ്ങൾ എൻട്രൻസിൽ ടിക്കറ്റൊക്കെ എടുത്ത് കയറി. ഉള്ളിൽ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവണ ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സും വണ്ടും എല്ലാം നല്ല വലുതായിട്ട് കാണാനുണ്ടായിരുന്നു. ഒപ്പം നല്ല പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം മിത്തുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ മിത്തു കുറച്ച് മടിയായിരുന്നു കേട്ടോ അച്ഛൻ്റെ മേത്ത് നിന്ന് ഇറങ്ങാനായിട്ട്. അച്ഛൻ എടുത്തുകൊണ്ടേ നടക്കുകയായിരുന്നു. ആദ്യം പിന്നെ ഭയങ്കര കളിയായിരുന്നു. പാട്ടും കൂടെ ആയപ്പോൾ പിന്നെ ഭയങ്കര ഇഷ്ടമായി. അത് കാരണം ഏകദേശം അവിടെ മുക്കാലും അവൻ ഡാൻസ് കളിച്ചിട്ടാണ് നടന്നിരുന്നത്. മിത്തു നല്ല സൈലൻ്റ് ആയിരുന്നു കേട്ടോ. മൂപ്പർക്ക് നല്ല പേടി. വെള്ളം കണ്ടപ്പോൾ പിന്നെ പറയുകയുണ്ട്. അവന് കാല് വലിച്ച് കൂട്ടാൻ പോലും സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു അവനെ ഇറക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ എന്നോട്. അതിന് വേണ്ടി നന്നായി ആസ്വദിച്ചിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞ് അതിന് മോള് കയറാൻ വരെ അവൻ നോക്കി. ഇതിലൊന്നും പെടാതെ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അത് ഞങ്ങളുടെ അമ്മയാണ്. അമ്മ വരുന്നില്ല എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഏട്ടന്മാരൊക്കെ കുറേ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങളുടെ കൂടെ ഒന്ന് പോകുന്നത്. അതുകൊണ്ട് ഉണ്ണീനെ എടുത്തിട്ട് അമ്മ വന്നത് ഒരു സൈഡാണ്ട് സെറ്റായി. പിന്നെ വരുന്ന വരെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അമ്മ ഇട്ട കാരണം ഞാനിവരെ പിന്നാടൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നു.
അച്ഛൻ തോളത്തെടുക്കുന്നത് കണ്ടിട്ട് ആദ്യം തോളത്ത് കയറണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടുണ്ടോ. പിന്നെ രഞ്ജുവേട്ടൻ ആദ്യം തോളത്തെടുത്തിട്ടാണ് പിന്നെ ബാക്കി പറഞ്ഞു നടന്നത്. അതിൻ്റെ മുകളിലേക്കൊക്കെ വലിയ കാര്യത്തിൽ നടന്നു പോയെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഓടി വന്നു കേട്ടോ. നല്ലോണം വെള്ളം മോതിൽ തെറിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ തല നനയാണ്ട് പോകണ്ടേ. ഒരു കപ്പലിൻ്റെ മുകളിൽ കയറി നല്ല പാട്ടും കളിപ്പിച്ചല്ലേ, നല്ലോണം ഡാൻസ് കളിച്ചു. ഞാനും ആദ്യം ഇരുന്നിട്ടോ മീൻ. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് കളിക്കാമെന്ന് തോന്നണൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴേക്കും ചാൻസ് കിട്ടുമ്പോൾ കളിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് അങ്ങനെ കുറച്ച് ഫോട്ടോസും ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ടാണ്. പിന്നെ അവിടെ ഒട്ടകവും ആനയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിട്ട് ആ ഒട്ടകമൊക്കെ. പിന്നെ ആദ്യം കയ്യിലെടുക്കുമ്പോൾ അതിനൊക്കെ കുറേ തൊട്ടൊക്കെ നോക്കി. ഇതിന് അപ്പോഴും നല്ല പേടിയായിരുന്നു കേട്ടോ. അവിടെ ആനയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. കണ്ണൊക്കെ നോക്കുമ്പോൾ ശരിക്കും പേടിയാവും. അതും ഭയങ്കര ഇഷ്ടമായി. ഏറ്റവും എപ്പോഴും അച്ഛൻ്റെ മേത്ത് തന്നെയാണ് കേട്ടോ. ആദ്യം അന്നൊക്കെ ഡാൻസ് കളിക്കാൻ ഇറങ്ങിയപ്പോൾ മിറ്റൂട്ടേ ഇറങ്ങുന്നില്ല. ലാസ്റ്റ് ആയിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി ഡാൻസ് കളിച്ചു. പിന്നെ ആ ഐസ്ക്രീം കിട്ടുന്നവരെ മിറ്റ് ഡാൻസ് കളിച്ചു കേട്ടോ. കൂടെ ഞങ്ങളും ചെറുതായിട്ടൊക്കെ ഒന്ന് കളിച്ചു. വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വീട്ടിലേക്ക് വേണ്ടതും കുട്ടികൾക്ക് വേണ്ടതും ടോയ്സും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്റ്റോറിൽ കൂടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ വെറൈറ്റി അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ അതൊന്നും മേടിച്ചില്ല, എന്നാലും കുറച്ച് മിഠായികളൊക്കെ മേടിച്ചു കേട്ടോ. നല്ല നൊസ്റ്റാൾജിയ ആയിട്ടുള്ള കുറേ മിഠായികൾ നമ്മളന്ന് പണ്ടൊക്കെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്ന പഴയ കുറേ നല്ല മിഠായികളും നമുക്ക് കവറിലൊക്കെ കണ്ടപ്പോൾ നല്ല കൊതിയായി. അപ്പോൾ അതൊക്കെ പർച്ചേസ് മേടിച്ചേ. പിന്നെ വെറൈറ്റി പപ്പടങ്ങൾ പല കളറിൽ. അപ്പോൾ 10 തരം പപ്പടം ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പപ്പടമൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ ചേച്ചി ചെരുപ്പൊക്കെ മേടിച്ചു അവിടുന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കീ ചെയിനും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. അത് കണ്ടപ്പോഴേക്കും മിത്തുവിന് മുന്നേ പറഞ്ഞ ഐസ്ക്രീം ഉണ്ടല്ലോ അത് വേണമെന്ന് പറഞ്ഞു. അപ്പം അതെന്തായാലും മേടിച്ചു കൊടുക്കുക പറഞ്ഞാൽ അതൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, പാനിപ്പൂരി, മസാലപ്പൂരി അങ്ങനെയൊക്കെ. അപ്പം ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ ടേസ്റ്റൊക്കെ നോക്കി കേട്ടോ. അവിടുന്ന് പുറത്തേക്ക് വന്നപ്പോഴേക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നിലും മിത്തുവിന് കയറാൻ പറ്റില്ല. മിത്തുവിന് പേടിയാന്ന് പറഞ്ഞ് മാറി നിന്നു. ആദുവിനെ കയറ്റാമെന്ന് വിചാരിച്ചപ്പോൾ മിത്തു ഉണ്ടെങ്കിൽ ആദു കയറുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു അടിയായിരുന്നു. മിത്തു കയറില്ല, ആദുവിന് കയറും വേണം. മിത്തു ഉണ്ടെങ്കിലേ ആദുവിന് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവസാനം ഒന്നിലും കയറാൻ പറ്റിയില്ല കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങാൻ നേരമ്പോഴേക്കും ആദു കരയാൻ തുടങ്ങി, ഒന്നിലും കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്. അവൻ ഒറ്റയ്ക്ക് കയറുമില്ല, മിത്തുവിനിട്ട് കയറാനും വയ്യ. എന്നിട്ട് അവസാനം അവിടെ നിന്ന് ഞങ്ങൾ മെല്ലെ ഇറങ്ങാൻ നോക്കി. ലാസ്റ്റ് ലുലു മാളിൽ ഇനി പോകുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് ഒരു കണക്കിനാണ് അവൻ കാണാതെ ലുലു മാൾ അവിടെ നിന്ന് കടന്നു വന്നത് കേട്ടോ. എന്നെ വഴിക്ക് ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ കയറി.
ഇത് വൈറ്റ് ഹൗസിലാണ്.